ഹലോ. അപ്പോൾ കുറേ ആയിട്ട് എന്നോട് ചോദിക്കുന്നൊരു വീഡിയോ ആണ്. ടീച്ചേഴ്സിന് ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുമ്പോൾ എങ്ങനത്തെയാണ് ക്വസ്റ്റ്യൻസ് വരിക, സെൽഫ് ഇൻട്രൊഡക്ഷൻ, കൂടുതൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കൂടുതൽ ഇംഗ്ലീഷിൽ പറയാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. യു ഹാവ് അപ്ലൈഡ് ഫോർ എ ടീച്ചിങ് പൊസിഷൻ അറ്റ് എ പ്രൈവറ്റ് സ്കൂൾ. ഒരു പ്രൈവറ്റ് സ്കൂളിൽ നിങ്ങളൊരു ടീച്ചിങ് പൊസിഷന് അപ്ലൈ ചെയ്തിട്ടെന്ന് വിചാരിക്കാം. The interview panel includes the principal, HR manager and a senior teacher. ഇപ്പോൾ ഇൻ്റർവ്യൂ പാനലിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ആരൊക്കെയാണ്? പ്രിൻസിപ്പൽ ഉണ്ട്, HR മാനേജർ ഉണ്ടാവും, അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുക. അപ്പം അങ്ങനെയാണ് ഈ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഞാനിത് നമുക്കൊരു എനാക്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ഓരോന്ന് ചോദിക്കുക. അപ്പോൾ എന്താണ് ടീച്ചർ ഉത്തരം നൽകാവുന്നത് എന്നുള്ള രീതിയിലുള്ള ഉത്തരങ്ങൾ ഞാൻ കൊടുക്കാം ഇംഗ്ലീഷിൽ. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ സ്ട്രെങ്ത്സും വീക്ക്നെസ്സും ഒക്കെ വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ്ങിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി, പഠിപ്പിക്കേണ്ട രീതികൾ വ്യത്യാസമായിരിക്കും. ഞാനിപ്പോൾ ഒരെണ്ണം എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടെംപ്ലേറ്റ് ഉണ്ടാക്കാം, എന്നിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ പറയണമെന്നില്ല, പക്ഷേ ഏകദേശം ഒരു ധാരണ എങ്ങനെ നമുക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാം, ആ ജോലി എങ്ങനെ നമുക്ക് തരാതിരിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ കൊണ്ടെത്തിക്കാം എന്നാക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ ചോദിക്കുകയാണ്, ഗുഡ് മോർണിംഗ്, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എന്താ ചോദിക്കുന്നത്? സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ട സംഭവമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ പറയാം? ഗുഡ് മോർണിംഗ് മാം, മൈ നെയിം ഇസ് വിനി. നമ്മുടെ പേരെന്താണ് അതോടെ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ പേര് പറയാണ്. അപ്പോൾ നിങ്ങളുടെ പേര് സുനിത വില്യംസ് എന്നാണെങ്കിൽ മൈ നെയിം ഇസ് സുനിത വില്യംസ്. ഓക്കെ, അങ്ങനെ പറയാം. പിന്നെ നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് ആകുമ്പോൾ മിക്കവാറും B.Ed, ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് B.Ed ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് പറയുന്നത് എങ്ങനെയാണ്? ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ B.Ed ആൻഡ് മൈ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഏത് സബ്ജക്റ്റ് ആണെന്നെങ്കിൽ അത് വേണമെങ്കിൽ പറയാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. ഞാൻ ഇനിയിപ്പോൾ കുറച്ച് കാലമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയണ്ടേ എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ് അടുത്ത് പറയേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാം? ഇപ്പം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ എന്നിട്ട് അതിനൊരു ജോലി മാറ്റത്തിന് ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ പറയും? ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ എ ഫ്യൂ ഇയേഴ്സ് നൗ. കുറച്ച് വർഷമായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുട്ടികളുടെ കൂടെ അവരെ പഠിപ്പിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് ലേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എങ്ങനെ പറയും? അത് നല്ല വൃത്തിക്ക് എങ്ങനെ പറയും? സോ ഇതിൻ്റെ ഒപ്പം പറയാം, ഒറ്റ സെൻസ് ആയിട്ട് പറയാം. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ എ ഫ്യൂ ഇയേഴ്സ് നൗ ആൻഡ് ഐ എൻജോയ് വർക്കിംഗ് വിത്ത് സ്റ്റുഡൻസ്, ഹെൽപ്പിംഗ് ദം ലേൺ ആൻഡ് ഗ്രോ ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. എന്നുവെച്ചാൽ കുട്ടികൾക്ക് ക്ലാസ്സിൻ്റെ ഉള്ളിലും പുറത്തും അവരുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെൻസ് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേറെ പറയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് എൻഡിൽ കൊടുക്കാം. ഇപ്പം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോവാം കേട്ടോ. അപ്പോൾ HR മാനേജർ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്, യു ആർ ഓൾറെഡി വർക്കിംഗ് ഇൻ എ സ്കൂൾ, വൈ ആർ യു ലുക്കിംഗ് ഫോർ എ ചേഞ്ച് നൗ? നിങ്ങൾ ഓൾറെഡി ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാണല്ലോ, അപ്പോൾ എന്തിനാണ് ജോലിക്ക് മാറണേ? വൈ ആർ യു ലുക്കിംഗ് ഫോർ എ ചേഞ്ച്? ഒരു ജോലിക്ക് മാറ്റത്തിന് വേണ്ടി എന്തിനാണ് ഇപ്പോൾ ശ്രമിക്കണേ? അപ്പോൾ എന്താ പറയുക? അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രീവിയസ് സ്ഥാപനത്തെ കുറ്റം പറഞ്ഞ് പറയേണ്ട കാര്യമില്ല. അങ്ങനെ വളരെ ദാരുണമായ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാം. പക്ഷേ അതർവൈസ് നമ്മൾ പൊതുവേ നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്ക് ഓരോ എക്സ്പീരിയൻസ് കിട്ടിയാൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണമല്ലോ, താങ്ക്ഫുൾ ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഒരു രീതി പറഞ്ഞുതരാം. ഐ എം താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ് ഐ ഹാവ് ഗെയിൻഡ് അറ്റ് മൈ കറന്റ് സ്കൂൾ, ബട്ട് നൗ ഐ എം ലുക്കിംഗ് ഫോർ എ ന്യൂ എൻവയൺമെൻറ്റ് വെയർ ഐ ക്യാൻ ടേക്ക് ഓൺ ന്യൂ ചലഞ്ചസ്, ലേൺ മോർ and grow further in my teaching career. I believe your school offers that kind of opportunity. എന്താ പറയണേ? ഇപ്പോഴുള്ള എക്സ്പീരിയൻസ്, ഇപ്പോഴുള്ള പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എനിക്ക് നന്നായി കിട്ടിയിട്ടുണ്ട്, അതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് ഇനി വേണ്ടത് ഒരു പുതിയൊരു എൻവയൺമെൻറ്റ്, പുതിയൊരു സ്ഥലത്ത് എനിക്ക് വർക്ക് ചെയ്യണം. അവിടെ എന്തൊക്കെ കിട്ടണം? എനിക്ക് പുതിയ ചലഞ്ചസ് കിട്ടണം. അപ്പോൾ ഓൾറെഡി ഉള്ള സ്കൂളിലെ ചലഞ്ചൊക്കെ കിട്ടി മടുത്തു. എനിക്ക് പുതിയ ചലഞ്ചസ് വേണം, കൂടുതൽ പഠിക്കാൻ പറ്റണം, ലേൺ മോർ. എൻ്റെ ടീച്ചിങ് കരിയറിൽ കുറച്ചുകൂടി എനിക്ക് ഗ്രോ ചെയ്യാൻ വേണം, ആൻഡ് ഗ്രോ ഫർദർ ഇൻ മൈ ടീച്ചിങ് കരിയർ. എന്നിട്ട് നമ്മൾ പറയണം, ഈ സ്കൂളിന് അതിനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ചേരുന്നത്. ഐ ബിലീവ് യുവർ സ്കൂൾ ഓഫേഴ്സ് ദാറ്റ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഈ സ്കൂൾ തരാൻ പറ്റും, ഈ സ്കൂളിന് തരാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വൃത്തിക്ക് നമ്മൾ കഴിഞ്ഞ സ്കൂളിൽ നിന്ന് കിട്ടി, കൂടുതൽ നമുക്ക് പുരോഗമിക്കണം, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് കിട്ടണം. അതുകൊണ്ട് ഈ സ്കൂളിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ഒരു സീനിയർ ടീച്ചർ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യം പറയാം. വാട്ട് അക്കോർഡിംഗ് ടു യു
is the most important quality a teacher should have. ഒരു ടീച്ചറിന് ഉണ്ടാവേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? എങ്ങനെ പറയും? പല ക്വാളിറ്റീസ് ഉണ്ടാവാം. ഞാൻ ഒരു ഉത്തരം പറയാം. ഇപ്പം ഈ ടീച്ചർക്ക് തോന്നുന്നത് ക്ഷമ, അതൊരു ടീച്ചർക്ക് അത്യാവശ്യമാണ് ഈ ടീച്ചർക്ക് തോന്നണേ. അപ്പം എങ്ങനെ പറയണേ? I believe patience is very important. Every student is different. ഓരോ സ്റ്റുഡൻറ്റും വ്യത്യസ്തനായ ഒരാളാണ് അല്ലേ? Every student is different and learns at their own pace. ഓരോരുത്തർക്കും അവർ പഠിക്കണതിൻ്റെ ഓരോരോ എന്താ പറയുക സ്പീഡ് ഉണ്ടാവും. എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല. പേസ് എന്ന് വെച്ചാൽ സ്പീഡ്. ഓരോ കുട്ടിയും പഠിച്ചെടുക്കുന്ന സ്പീഡ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ every student is different and learns at their own pace. As a teacher, I need to be patient, understanding and supportive so that each student feels comfortable and confident in the classroom. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ എന്താവണം? ക്ഷമയുള്ള ആളാവണം. അവരെ മനസ്സിലാക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഷുഡ് ബി പേഷ്യൻറ്റ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ടീവ്. അങ്ങനെ ആവുന്നതുകൊണ്ട് എന്താ? സോ ദാറ്റ് ഈച്ച് സ്റ്റുഡൻറ്റ് ഫീൽസ് കംഫർട്ടബിൾ. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും ഒരു ആശ്വാസം ഉണ്ടാവും അല്ലേ? ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഞാനിപ്പോൾ പെട്ടെന്ന് പഠിച്ചില്ലെങ്കിൽ ഞാൻ മോശം, അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. ഓരോ കുട്ടീനെയും നമ്മൾ അവരവരുടെ സ്പീഡിൽ പഠിക്കാൻ അനുവദിക്കുക. അപ്പോൾ ക്ലാസ് റൂമിൽ അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും, കോൺഫിഡൻസ് ഉണ്ടാവും. എങ്ങനെ പറയണത്? ആസ് എ ടീച്ചർ I need to be patient, understanding and supportive so that each student feels comfortable and confident in the classroom. Okay, കുഴപ്പമില്ല ഉത്തരം. അപ്പോൾ പ്രിൻസിപ്പിൾ ചോദിക്കുകയാണ്. Sometimes students may not listen or may misbehave. How do you handle such situations? ചില സമയങ്ങളിൽ സംടൈംസ് എന്താ ചെയ്യുക? സ്റ്റുഡൻസ് മേ നോട്ട് ലിസൺ. അവർ നമ്മൾ പറഞ്ഞത് കേൾക്കില്ല, സംസാരിച്ചുകൊണ്ടിരിക്കും. ഓർ മേ മിസ്ബിഹേവ്, അല്ലെങ്കിൽ വേണ്ടാത്ത കുരുത്തക്കേടൊക്കെ ചെയ്യും. ഹൗ വുഡ് യു ഹാൻഡിൽ സച്ച് സിറ്റുവേഷൻസ്? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അല്ലേ, നല്ല ചോദ്യമാണ്. അപ്പോൾ എങ്ങനെ കാൻഡിഡേറ്റ് പറയും, ഉത്തരം പറയുന്നതിന് നിങ്ങൾ എന്താ ചെയ്യുക? കുട്ടികൾ ഇങ്ങനെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കലും കുരുത്തക്കേട് കാണിക്കലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു രീതി ഞാൻ പറഞ്ഞാൽ, നമുക്കിപ്പോൾ എന്തെവിടെ ആണെങ്കിലും നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളും കത്തിപ്പെടരുത്, നമ്മളൊന്ന് കാമായിട്ടിരിക്കണം അല്ലേ? എന്നിട്ട് വളരെ ജെൻറ്റിലായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയാം. I try to stay calm and handle the situation gently. Usually, I first speak to the student privately, try to understand the reason, and explain why certain behavior is not acceptable. അപ്പോൾ ഞാൻ കാമായിട്ടിരിക്കാൻ ശ്രമിക്കും. എന്നിട്ട് ആ സിറ്റുവേഷൻ നമ്മൾ ജെൻറ്റിലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കും. സാധാരണ യൂഷ്വലി ഞാൻ ആദ്യം എന്താ ചെയ്യുക? ഈ കുട്ടിയെടുത്ത് പ്രൈവറ്റായിട്ട് സംസാരിക്കും. I first speak to the student privately. എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന എന്താ കാരണം എന്ന് മനസ്സിലാക്കും. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റീസൺ. എന്നിട്ട് ഇങ്ങനത്തെ ബിഹേവിയർ നമുക്കിവിടെ പറ്റില്ല എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് എക്സ്പ്ലെയിൻ വൈ സർട്ടൻ ബിഹേവിയർ ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ. വേണമെങ്കിൽ ഞാൻ ആ പാരൻസിനെ അറിയിക്കും. സോ ദാറ്റ് നമുക്ക് ഒരുമിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അല്ല, ചില സമയത്ത് പാരൻസ് സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ ഇഫ് നീഡഡ് ഐ ഇൻഫോം ദ പാരൻസ് ആൻഡ് വർക്ക് ടുഗെദർ. അവിടെ നമ്മൾ ഇൻഫോം ദ പാരൻസ് വെച്ച് നിർത്തരുത് കേട്ടോ. എന്നുവെച്ചാൽ ആ ഭാരം നമ്മൾ അവിടേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ പണി തീർക്കാന്നൊരു ഫീലിംഗ് വരും അവിടെ. അപ്പോൾ ഇഫ് നീഡഡ് ഐ ഇൻഫോം ദ പാരൻസ് ആൻഡ് വർക്ക് ടുഗെദർ, ഒരുമിച്ച് പരിശ്രമിക്കും ടു ഹെൽപ്പ് ദ സ്റ്റുഡൻറ്റ് ഇംപ്രൂവ്. ഓക്കെ, ഇങ്ങനെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് HR മാനേജർ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യമാണ്, ഹൗ ഡു യു എൻഷുർ ദാറ്റ് സ്റ്റുഡൻസ് ആർ ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യു ആർ ടീച്ചിങ്? നിങ്ങൾ ഈ പഠിപ്പിക്കാൻ വലിയ പുയ്യാന്നൊക്കെ പറയണ്ടല്ലോ, എങ്ങനെയാണ് കുട്ടികൾക്കത് മനസ്സിലാക്കുന്നു, അവർക്കത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. ഹൗ ഡു യു എൻഷുർ, അത് ഉറപ്പുവരുത്തുക ദാറ്റ് സ്റ്റുഡൻസ് ആർ ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യു ആർ ടീച്ചിങ്. അപ്പം എന്താ പറയുക? എങ്ങനെ കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് നമുക്ക് മനസ്സിലാവുക? ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ? അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ ആ ക്ലാസ് റൂമിൽ അവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ടാസ്ക് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അവർക്ക് മനസ്സിലായോ എന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അതുമാത്രമല്ല, പിന്നെ അവരുടെ ക്ലാസ് വർക്കും ഹോം വർക്കും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ? അപ്പോഴും മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെ പറയാം? ഐ ആസ്ക് ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് ദ ലെസൺ എടുക്കുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഐ ആസ്ക് ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് ദ ലെസൺ, എൻകറേജ് ദം ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഗിവ് ദം സ്മോൾ എക്സസൈസസ്. അവരോട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അല്ലെ, അവർക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതും കൂടെ ചോദിക്കാനുള്ള അവസരം കൊടുത്തിട്ട് ആൻഡ് ഗിവ് ദം സ്മോൾ എക്സസൈസസ്, ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ ടാസ്ക് ഒക്കെ കൊടുക്കും. എന്തിന്? ടു ചെക്ക് ദെയർ അണ്ടർസ്റ്റാൻഡിങ്. ഐ ആസ്ക് ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് ദ ലെസൺ, encourage them to participate and give them small exercises or tasks to check their understanding.
I also observe their classwork and homework regularly to see how well they have grasped the topic. അവർക്ക് എത്ര നന്നായിട്ട് ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഹോംവർക്ക് ഒക്കെ കൊടുക്കുമ്പോൾ അത് ചെക്ക് ചെയ്യും. അവരുടെ ക്ലാസ് വർക്ക് ചെക്ക് ചെയ്യും, ഹോംവർക്ക് ഒക്കെ ചെക്ക് ചെയ്യും റെഗുലർലി. ഒരിക്കൽ ചെയ്തിട്ട് വിടില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പരിപാടി ചെയ്യും. ടു സീ ഹൗ വെൽ ദേ ഹാവ് ഗ്രാസ്പ്ഡ്. ഗ്രാസ്പ് ചെയ്യാന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഹൗ വെൽ ദേ ഹാവ് ഗ്രാസ്പ്ഡ് ദ ടോപ്പിക്. അപ്പോൾ ഇനി സീനിയർ ആയിട്ടുള്ള ടീച്ചർ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്, സംടൈംസ് ദർ മേ ബി വീക്ക് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ഹൗ ഡു യു സപ്പോർട്ട് ദം? ചില കുട്ടികൾ പഠിത്തത്തിൽ മോശമായിരിക്കും, അതാണ് വീക്ക് സ്റ്റുഡൻസ്. നിങ്ങൾ എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാം? ഐ ട്രൈ ടു ഗിവ് ദം എക്സ്ട്രാ അറ്റൻഷൻ വെൻ എവർ പോസിബിൾ. ഞാൻ എപ്പോഴെങ്കിലും വീക്ക് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ വീക്ക് സ്റ്റുഡൻസ് മിക്കവാറും കുറച്ച് എക്സ്ട്രാ അറ്റൻഷൻ ഒന്ന് കൊടുത്താൽ പിന്നെ അവർ അങ്ങ് കയറിപ്പോയിക്കോളും. അപ്പോൾ അതറിയാവുന്ന ടീച്ചർ എന്താ പറയണേ? ഐ ട്രൈ ടു ഗിവ് ദം എക്സ്ട്രാ അറ്റൻഷൻ വെൻ എവർ പോസിബിൾ. എപ്പോഴും ചിലപ്പോൾ സാധിക്കില്ലല്ലോ, എപ്പോഴൊക്കെയാണ് എനിക്ക് സാധിക്കണം അപ്പോഴൊക്കെ അവർക്ക് എക്സ്ട്രാ അറ്റൻഷൻ ഞാൻ കൊടുക്കാൻ ശ്രമിക്കും. ഞാൻ ഈ ടോപ്പിക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കും, അല്ലേ? എന്നിട്ട് കുറച്ചുകൂടെ പ്രാക്ടീസ് കൊടുക്കാൻ ശ്രമിക്കും. അതൊക്കെ നല്ലതല്ലേ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ? അതെങ്ങനെയാണ് പറയാത്? ഐ മേ എക്സ്പ്ലെയിൻ ദ ടോപ്പിക് അഗെയിൻ ഇൻ എ സിംപ്ലർ വേ. ആദ്യം ഒന്ന് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് സിമ്പിളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഐ മേ എക്സ്പ്ലെയിൻ ദ ടോപ്പിക് അഗെയിൻ, വീണ്ടും ഇൻ എ സിംപ്ലർ വേ, ആൻഡ് ഗിവ് ദം മോർ പ്രാക്ടീസ്. കുറച്ചുകൂടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഐ ഓൾസോ സ്പീക്ക് ടു ദ പാരൻസ് സോ ദേ ക്യാൻ സപ്പോർട്ട് ദ ചൈൽഡ് അറ്റ് ഹോം. അല്ലെ, പാരൻസിൻ്റെ കൂടെ സപ്പോർട്ടിന് എളുപ്പം. അപ്പോൾ എപ്പോഴും നമ്മൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുക, പ്രാക്ടിക്കലായി എങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ച് ഉത്തരം പറയാം. ഐ ഓൾസോ സ്പീക്ക് ടു ദ പാരൻസ് സോ ദാറ്റ് ദേ ക്യാൻ സപ്പോർട്ട് ദ ചൈൽഡ് അറ്റ് ഹോം. എൻ്റെ ഗോൾ എന്താണ്? അവരെ എൻകറേജ് ചെയ്യുക, അതിന് വലിയ കോൺഫിഡൻസ് കൊണ്ടുവരിക എന്നാണ്. മൈ ഗോൾ ഇസ് ടു എൻകറേജ് ദം ആൻഡ് ബിൽഡ് ദെയർ കോൺഫിഡൻസ്. അങ്ങനെ പറയാം. അത് പറയുമ്പോൾ നല്ലൊരു സോളിഡ് ആയിട്ടുള്ള ആൻസറായി. പ്രിൻസിപ്പൾ ചോദിക്കാവുന്ന വേറെ ചോദ്യമാണേ. ഇടയ്ക്കിടയ്ക്ക് പാരൻസിനോട് ചോദിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പ്രിൻസിപ്പൾ ചോദിക്കുക, ഹൗ ഡു യു ഹാൻഡിൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് പാരൻസ്? പാരൻസിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റാവുന്നൊരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഐ ബിലീവ് റെഗുലർ ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വിത്ത് പാരൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലേ, ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പിന്നെ ഓപ്പൺ ആയിട്ടുള്ളത് വേണം. അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനുള്ള മനസ്സ് എനിക്കും എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള മനസ്സ് അവർക്കും ഉണ്ടാവുന്ന ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. സോ ഐ ബിലീവ് റെഗുലർ ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വിത്ത് പാരൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അവരെ കാര്യങ്ങളൊക്കെ എപ്പോഴും അറിയിക്കും, കുട്ടികളെ എന്തൊക്കെ എങ്ങനെയാണ് പ്രോഗ്രസ് എന്നൊക്കെ നമ്മൾ അറിയിക്കും, അല്ലേ? ഐ കീപ് ദം ഇൻഫോംഡ് അബൌട്ട് ദെയർ ചൈൽഡ്സ് പ്രോഗ്രസ്. എങ്ങനത്തെയൊക്കെ പ്രോഗ്രസ്? ബോത്ത് ദ ഗുഡ് പോയിന്റ്സ് ആൻഡ് ഏരിയാസ് വെയർ ഇംപ്രൂവ്മെന്റ് ഇസ് നീഡഡ്. രണ്ടും പറയണം. എങ്ങനെയൊക്കെ നന്നായി ചെയ്യുന്ന കാര്യങ്ങൾ അത് പറയണം, എവിടെയൊക്കെ ഇംപ്രൂവ്മെന്റ് വേണം അതും പറയണം. അപ്പോൾ അങ്ങനെ എല്ലാം പറയും എന്നുള്ള കാര്യങ്ങൾ. ഐ കീപ് ദം ഇൻഫോംഡ് അബൌട്ട് ദ ചൈൽഡ്സ് പ്രോഗ്രസ് ത്രൂ ദ ഗുഡ് പോയിന്റ്സ് ആൻഡ് ഏരിയാസ് വെയർ ഇംപ്രൂവ്മെന്റ് ഇസ് നീഡഡ്. രണ്ട് കാര്യങ്ങളും പറയും. വർക്കിംഗ് ടുഗെദർ വിത്ത് പാരൻസ് ഹെൽപ്സ് ദ സ്റ്റുഡൻറ്റ് പ്രോഗ്രസ് ബെറ്റർ. അവരുടെ പാരൻസിനോട് വർക്ക് ചെയ്യുമ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വർക്കിംഗ് ടുഗെദർ വിത്ത് പാരൻസ് ഹെൽപ്സ് ദ സ്റ്റുഡൻറ്റ് പ്രോഗ്രസ് ബെറ്റർ. അപ്പോൾ HR മാനേജർ ചോദിക്കാറുള്ള ചോദ്യമാണ്, ഇഫ് യു ആർ ഗിവൻ എനി എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി അപ്പാർട്ട് ഫ്രം ടീച്ചിങ്, ഹൗ വുഡ് യു മാനേജ്? ഈ ടീച്ചിങ് എപ്പോഴും അങ്ങനെയാണല്ലോ, അവർക്ക് കുറച്ചുകൂടെ വേറെ ഒരു റെസ്പോൺസിബിലിറ്റി ടീച്ചേഴ്സിന് ഇട്ടാൽ അവരെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയണം. ഇപ്പോൾ ഇഫ് യു ആർ ഗിവൻ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി അപ്പാർട്ട് ഫ്രം ടീച്ചിങ്, പഠിപ്പിക്കൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി തന്നാൽ എങ്ങനെ മാനേജ് ചെയ്യും? അപ്പോൾ എങ്ങനെ പറയാം? ഒരിക്കലും ഞാൻ വേറെ റെസ്പോൺസിബിലിറ്റി എടുക്കില്ല എന്നൊന്നും പറയരുതേ. ഐ എം ഹാപ്പി ടു ടേക്ക് ഓൺ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ്. അതിന് കാര്യം പറയാം. ഐ എം ഹാപ്പി എന്തിന്? ടു ടേക്ക് ഓൺ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ്. ഐ ബിലീവ് ബീയിങ് ഇൻവോൾവ്ഡ് ഇൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് helps me learn new things and contribute more to the school. അല്ലേ, പല പല വേറെ ആക്ടിവിറ്റീസിൽ ഞാൻ ഇൻവോൾവ് ആകുമ്പം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും സ്കൂളിനും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. ഐ ബിലീവ് ബീയിങ് ഇൻവോൾവ്ഡ് ഇൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് helps me learn new things and contribute more to the school. I always manage my time properly so that both my teaching and extra duties are well handled. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഗുഡ് ക്വാളിറ്റീസ് ഒക്കെ നമ്മളങ്ങോട്ട് എന്തൊക്കെ വേണം നല്ലൊരാൾക്ക് എന്നുള്ള രീതിയിലുള്ള ആ ഒരു സെൻസ് കൂടെ ആഡ് ചെയ്യാം. ടൈം മാനേജ്മെൻറ്റ് ടീച്ചേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇത്ര കുട്ടികളുണ്ട്, അവരൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാൻ ടീച്ചേഴ്സിന് പറ്റണം. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ എക്സ്ട്രാ സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ എങ്ങനെ പറയുന്നത്? നന്നായിട്ട് ടൈം മാനേജ് ചെയ്യാമെന്ന്. ഐ ഓൾവേസ് ട്രൈ ടു മാനേജ് മൈ ടൈം പ്രോപ്പർലി. എന്തിനു വേണ്ടിയിട്ടാ? സോ ബോത്ത് മൈ ടീച്ചിങ് ആൻഡ് എക്സ്ട്രാ ഡ്യൂട്ടീസ് ആർ ഹാൻഡിൽഡ് വെൽ. അപ്പോൾ ഇനി സീനിയർ ടീച്ചർ അങ്ങനെ കേട്ടാൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഹൗ ഡു യു പ്ലാൻ യുവർ ലെസൺസ്? എങ്ങനെയാണ് ലെസൺസ് പ്ലാൻ ചെയ്യാറ്?
ഹൗ ഡു യു പ്ലാൻ യുവർ ലെസൺസ്? അപ്പം നമ്മൾ എപ്പോഴും ലെസൺസ് ഇന്ന് എടുക്കേണ്ട കാര്യം ഇന്ന് രാവിലെ തീരുമാനിച്ചാൽ പോരല്ലോ, മുൻകൂട്ടി നേരത്തെ തീരുമാനിക്കണം. അപ്പോൾ ആ കാര്യം പറയാം. I plan my lessons in advance, making sure I cover the topic properly and keep it simple and interesting for the students. എന്താ പറയുന്നത്? I plan my lessons in advance. മുൻകൂട്ടി ഞാൻ പ്ലാൻ ചെയ്യും. എന്തൊക്കെ മേക്ക് ഷുവർ ചെയ്തിട്ട് എന്തൊക്കെ ഞാൻ അതിൽ ഉറപ്പിക്കും? ടോപ്പിക്ക് കറക്റ്റായിട്ട് കവർ ചെയ്യണം, സിമ്പിളായിട്ട് കവർ ചെയ്യണം, അത് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് വെക്കണം കുട്ടികൾക്ക്. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യണേ. I plan my lessons in advance, making sure I cover the topic properly and keep it simple and interesting for the students. എപ്പോഴും നമ്മളിങ്ങനെ വിചാരിച്ച മാതിരി ചിലപ്പോൾ കാര്യങ്ങൾ സാധിക്കില്ലല്ലോ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിൽ ആ കാര്യം നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യം കൂടെ പറയാം. I also keep some flexibility so that if students need more time on any topic, I can adjust accordingly. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങളിൽ നമ്മൾ ചില കുട്ടികൾക്ക് കൂടുതൽ ടൈം വേണമെങ്കിൽ അതനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ വെക്കുക. ഐ ഓൾസോ കീപ് സം ഫ്ലെക്സിബിലിറ്റി, കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കും ഈ പ്ലാന്. സോ ദാറ്റ് എന്തിനു വേണ്ടിയിട്ട്, ഇഫ് സ്റ്റുഡൻസ് നീഡ് മോർ ടൈം ഓൺ എനി ടോപ്പിക്, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു ദിവസം കൂടെ പഠിപ്പിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് പക്ഷേ 2 ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ പ്ലാൻ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കും, കുറച്ച് എക്സ്ട്രാ ടൈമൊക്കെ വെച്ചിട്ട്. I also keep some flexibility so that if students need more time on any topic, I can adjust accordingly. ഇനി പ്രിൻസിപ്പൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യമാണ്, വാട്ട് വുഡ് യു ഡു ഇഫ് യു കൻ നോട്ട് കംപ്ലീറ്റ് യുവർ സിലബസ് ഓൺ ടൈം? അപ്പോൾ ഇത്രയും നേരം നമ്മൾ സിലബസ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്ലാനിംഗ് ഒക്കെ പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൽ ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ സിലബസ് സമയത്ത് എന്ന് പറയാം. വാട്ട് വുഡ് യു ഡു ഇഫ് യു കൻ നോട്ട് കംപ്ലീറ്റ് ദ സിലബസ് ഓൺ ടൈം? എന്ത് ഉത്തരം കൊടുക്കുക? സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഉത്തരം കൊടുക്കാം അല്ലേ. ഐ വുഡ് റിവ്യൂ മൈ പ്ലാനിങ് ആൻഡ് സീ വേർ ഐ ക്യാൻ മേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് വിതൗട്ട് റഷിംഗ് ദ സ്റ്റുഡൻസ് അല്ലേ. നമ്മുടെ ഓൾറെഡി നമ്മൾ പ്ലാൻ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് കുറച്ച് അവധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈക്കോ എന്തെങ്കിലും വന്ന് നമ്മൾ എന്ത് ചെയ്യും? ഐ വുഡ് റിവ്യൂ മൈ പ്ലാനിങ്, ആ പ്ലാൻ ഒന്നുകൂടെ നോക്കും. ഐ വുഡ് റിവ്യൂ മൈ പ്ലാനിങ് ആൻഡ് സീ വേർ ഐ ക്യാൻ മേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് വിതൗട്ട് റഷിംഗ് ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിനെ ഇങ്ങനെ തിരക്ക് പിടിപ്പിക്കാണ്ട് പെട്ടെന്ന് എടുത്ത് പോകാണ്ട് എവിടെയാണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക ആ പ്ലാനിൽ എന്നുള്ളത് നോക്കും. If needed, I may give extra worksheets or revision sessions to help cover the important parts while ensuring students understand the key concepts. വേണമെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് റഷ് ചെയ്യേണ്ടി വന്നു, കുറച്ചധികം പെട്ടെന്ന് എടുക്കേണ്ടി വന്നെങ്കിൽ, ഇഫ് നീഡ് വേണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല നമുക്ക് തോന്നുകയാണെങ്കിൽ ഐ മേ ഗീവ് എക്സ്ട്രാ വർക്ക് ഷീറ്റ്സ് അല്ലെ. കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ കുട്ടികൾക്ക് മനസ്സിലാവും. സോ ഇഫ് നീഡഡ് ഐ മേ ഗീവ് എക്സ്ട്രാ വർക്ക് ഷീറ്റ്സ് ഓർ റിവിഷൻ സെഷൻസ്, റിവിഷൻ ചെയ്യാനുള്ള സെഷൻസ് അല്ലെ, എക്സ്ട്രാ സെഷനൊക്കെ എടുത്തിട്ട് ടു ഹെൽപ്പ് കവർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് വൈൽ എൻഷുറിങ്. ഇമ്പോർട്ടൻറ്റ് പാർട്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിവിഷൻ സെഷനൊക്കെ വെക്കുന്നത്. അതിൻ്റെ കൂടെ എന്താണ് നമ്മൾ ഓർപ്പാക്കുക? വൈൽ എൻഷുറിങ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദ കീ കോൺസെപ്റ്റ്സ് അല്ലെ. കുട്ടികൾക്ക് മനസ്സിലാക്കണം എന്നാണ് നമ്മുടെ ആത്യന്തികമായ ഉദ്ദേശം. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ കാര്യങ്ങൾ വന്നാലും പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാണ്ട് നമ്മൾ മുന്നോട്ട് പോകും. കുറച്ച് തിരക്കാണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് കീ കോൺസെപ്റ്റ്സ് മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തും. ഈ കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ പറയാം. അപ്പോൾ HR മാനേജർ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യമാണ്, സ്ഥിരം ചോദ്യമാണ്, വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്? അടുത്ത കുറച്ച് വർഷങ്ങളിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളെ കാണുന്നത്? അപ്പോൾ നമുക്കൊരു പ്ലാൻ ഇല്ലാണ്ട് നമ്മളിങ്ങനെ പോകാമെന്ന് വിചാരിക്കരുത്. നമുക്കൊരു പ്ലാൻ ഉണ്ട്, അടുത്ത എത്ര വർഷത്തിൽ നമ്മൾ ഇവിടെ എത്തണം, നമുക്കൊരു പ്ലാൻ നമുക്ക് ഉണ്ടെന്ന് അവിടെ ബോധിപ്പിക്കണം. അപ്പോൾ എങ്ങനെയാ പറയാ? ഐ ഹോപ്പ് ടു കീപ് ഇംപ്രൂവിങ് മൈ ടീച്ചിങ് സ്കിൽസ് അല്ലെ. എൻ്റെ ഈ സ്കിൽസ്, ടീച്ചിങ് സ്കിൽസ് എനിക്ക് ഇംപ്രൂവ് ചെയ്യണം. ആ കാര്യമാണ് ഞാൻ ഹോപ്പ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ടു കീപ് ഇംപ്രൂവിങ് മൈ ടീച്ചിങ് സ്കിൽസ്, ടേക്ക് ഓൺ മോർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് കോൺട്രിബ്യൂട്ട് മോർ ടു ദ സ്കൂൾ. കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം, കുറച്ചുകൂടെ സ്കൂളിന് കുറേ കാര്യങ്ങൾ കൂടെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ ആഗ്രഹം. ഐ വോണ്ട് ടു കണ്ടിന്യൂ ലേണിംഗ് ആൻഡ് ഗ്രോയിങ് ആസ് എ ടീച്ചർ. എനിക്കിങ്ങനെ നല്ലൊരു ടീച്ചറായിട്ട് മാറാനുള്ള, ലേണിംഗ് ചെയ്യണം എന്നുള്ള ഗ്രോയിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാനാണ് എൻ്റെ ഒരു ഉദ്ദേശം അടുത്ത വർഷങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞേ, ഐ ഹോപ്പ് ടു കീപ് ഇംപ്രൂവിങ് മൈ ടീച്ചിങ് സ്കിൽസ്, ടേക്ക് ഓൺ മോർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് കോൺട്രിബ്യൂട്ട് മോർ ടു ദി സ്കൂൾ. ഐ വോണ്ട് ടു കണ്ടിന്യൂ ലേണിംഗ് ആൻഡ് ഗ്രോയിങ് ആസ് എ ടീച്ചർ. പ്രിൻസിപ്പൽ ചോദിക്കാൻ ചാൻസുള്ള അടുത്ത ചോദ്യം പറയാം. അവസാനമായിട്ട് പ്രിൻസിപ്പൽ ചോദിക്കാം, ഫൈനലി ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ അസ്? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഞങ്ങളോട് ചോദിക്കാൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷനാണ്. ഇവിടെ നിങ്ങൾ ഒന്നുമില്ല എന്ന് പറയരുത്. ഇവിടെ നമുക്ക് നമ്മുടെ ഇംപ്രഷൻ നന്നായിട്ട് മേക്ക് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഫൈനലി ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ അസ് എന്ത് പറയും? ടീച്ചർമാരായതുകൊണ്ട് ഈ നമുക്ക് ഇനിയും കുറേ ട്രെയിനിങ് ഒക്കെ ടീച്ചർമാർക്ക് കിട്ടിയാൽ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാലോ. ടീച്ചിങ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോഗ്രാംസോ വർക്ക്ഷോപ്സ് ഒക്കെയാണ് അവർ ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ യെസ് മാം, I would like to know if the school offers any training or workshops for teachers' growth.
ടീച്ചേഴ്സിന് നന്നാവാൻ വേണ്ടിയിട്ടുള്ള വല്ല വർക്ക്ഷോപ്സും ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടോ സ്കൂളിൽ നിന്ന് അറിയണം. അപ്പോൾ പ്രിൻസിപ്പൾ പൊതുവെ എന്തെങ്കിലും പറയും, യെസ് വി ഡു കണ്ടക്ട് റെഗുലർ സെഷൻസ് ഫോർ ടീച്ചർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നല്ല കാര്യമാണ് എന്ന് പറയും. എന്നിട്ട് അവരുടെ സമയത്തിന് നന്ദി പറയണം. ദാറ്റ്സ് വണ്ടർഫുൾ, താങ്ക് യു ഫോർ യുവർ ടൈം. ഈ ടൈമിന് താങ്ക് യു ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാവർക്കും, ഈ ടീച്ചേഴ്സിന് എല്ലാവർക്കും ടൈമാണ് വാല്യൂബിൾ. അപ്പോൾ നിങ്ങളെ ഒരു ഇൻ്റർവ്യൂവിന് അവിടെ വിളിക്കുമ്പോൾ അവരുടെ സമയം അവർ മാറ്റി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതിനെപ്പോഴും ഒന്നില്ലെങ്കിൽ ആദ്യം നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷന് അവിടെ പറയുക, അല്ലെങ്കിൽ എൻഡിൽ താങ്ക് യു ഫോർ യുവർ ടൈം പറയണം കേട്ടോ. ഞാൻ ടീച്ചേഴ്സിന് ഇംഗ്ലീഷ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് കോഴ്സ് എടുക്കുന്നുണ്ട്. എന്നോട് അപ്പുറത്തെ ക്ലാസ്സിലെ ടീച്ചർ കഴിഞ്ഞ ദിവസം ചോദിക്കും, ലേഖ നന്നായിട്ട് ഇംഗ്ലീഷ് പറയണ്ടല്ലോ ഇപ്പൊ, ലേഖ എവിടെയാ പഠിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞായിരുന്നു നല്ല ക്ലാസ്സാണ് ചേരാൻ. അപ്പൊ പറഞ്ഞു കുറെ കാശ് പുള്ളി വേറെ കണ്ട് കൊടുത്ത് കളഞ്ഞു, അപ്പൊ ഇപ്പഴില്ല, ഇനി എന്തെങ്കിലും ചേരാന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 30 ഡേ കോഴ്സ് ആയിരിക്കും. കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക. ബേസിക് ആയിട്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട സെൻറ്റൻസസ്, ഗ്രാമർ പഠിപ്പിക്കുന്ന കോഴ്സല്ല. ടീച്ചേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ കുറേ കോൺവെർസേഷൻസ് വെച്ചാണ് പഠിക്കുന്നത്. ഒരു പ്രാവശ്യം ആ കോഴ്സ് എന്തായാലും എല്ലാ ടീച്ചേഴ്സും എടുത്തിരിക്കണം, ചെറിയ കുട്ടികളെ എസ്പെഷ്യലി പഠിപ്പിക്കുമ്പോൾ എന്ന് ഞാൻ വളരെ താഴ്മയെ അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ ഉപകാരമാവും. ടീച്ചേഴ്സിന് മാത്രമല്ല പാരൻസ് എടുക്കാറുള്ള കോഴ്സ് തന്നെയാണ്. നല്ല കോഴ്സാണ്. കുട്ടികളായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഇൻ്റർവ്യൂ. താങ്ക് യു.